രഞ്ജിത്തിന്റെ നിർമ്മാണ കമ്പനി ക്യാപിറ്റോൾ തിയേറ്ററുമായി ചേർന്ന് മമ്മൂട്ടി നിർമ്മാണം ചെയ്യുന്ന ഹ്രസ്വ ചിത്രം വരുന്നു. മഞ്ജു വാര്യരും ശ്യാമപ്രസാദുമാണ് ആരോ എന്ന പേരിട്ട ചിത്രത്തിലെ അഭിനേതാക്കൾ. മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ആരോയുടെ പ്രീമിയർ ഷോ കൊച്ചിയിൽ നടന്നു. കാക്കനാട് വെച്ച് നടന്ന പ്രീമിയർ ഷോ കാണാൻ മമ്മൂട്ടിയും എത്തി. മമ്മൂട്ടി കമ്പനി ആദ്യമായാണ് ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് ചിത്രത്തിന്റെ പ്രത്യേകത. സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് നടി മഞ്ജു വാര്യരും സംവിധായകൻ രഞ്ജിത്തും പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷമാണ്. എൻ്റെ സിനിമകളുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും എടുത്തു പറയുന്ന കഥാപാത്രങ്ങളിൽ കുറച്ച് എനിക്ക് എഴുതി തന്നത് രഞ്ജിയേട്ടനാണ്. അപ്പോൾ രഞ്ജിയേട്ടൻ ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞ് മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രഞ്ജിയേട്ടന് വേണ്ടി, അപ്പം മമ്മൂട്ടി കമ്പനിയാണ്, മമ്മൂക്കയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറെന്നും കൂടി അറിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കുക പോലും ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിലൊരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അത് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഭാഗമാവുന്നത്. ആദ്യമായിട്ടാണ് സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് ഫിലിം എന്നെ സംബന്ധിച്ച് ഒരു ഫസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്. ഇത് VR സുധീഷ് എഴുതിയൊരു കഥയുടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം. ഞാനതിങ്ങനെ ആലോചന നടന്നുകൊണ്ടിരിക്കെ തന്നെ മമ്മൂക്കയായിട്ടുള്ള യാദൃശ്യമായ സംഭാഷണത്തിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് പറഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ അറിയാമല്ലോ, മഞ്ജു, ശ്യാമപ്രസാദ്, ഇവിടെ നിന്ന് വരാൻ കഴിയാത്ത അസീസിന് മാത്രമാണ്. അസീസ് ഇങ്ങനെ 3 ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു 20 minutes ഡ്യൂറേഷനുള്ള സിനിമ. ആരോ എന്നാണ് ടൈറ്റിൽ. അങ്ങനെ പൂർത്തിയായി. അത് 2.5 ദിവസത്തിൻ്റെ ഷൂട്ട് അത് കഴിഞ്ഞ് ഇനി അത് മമ്മൂക്കായുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും. ഒരു തിയേറ്റർ റിലീസാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. എനിക്ക് കഥ വായിക്കുമ്പോൾ 2 മുഖങ്ങൾ തെളിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരു കാസ്റ്റിങ്ങിലേക്ക് പോവുക. അതൊന്ന് ശ്യാമപ്രസാദും ഒന്ന് മഞ്ജു ആയിരുന്നു. രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും സമ്മതം പോയി. അങ്ങനെ സാധ്യമായി.